ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ നമ്മള് ഇന്ന് അരി അരച്ചു വെക്കാൻ വേണ്ടി പോവാ. അരി അരച്ചു വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അരി അരച്ചു വെക്കാൻ വേണ്ടി പോവാണേ. ഇനിയിപ്പോ രാവിലെ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടാവും. അതേ ഒരു ഏകദേശം അതിന്റെ അടുത്ത് ഉഴുന്നും കൂടി അതിന്റെ കൂടെ നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഉലുവ രാവിലെ ഇട്ട് വെച്ചതാണ് വെള്ളത്തില്. അപ്പൊ നമുക്കിതൊന്ന് അരച്ചു വെക്കാം. ഇവിടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല പോളിങ് കേട്ടോ. എന്തോരം മാവ് ഞാൻ അരച്ചു വെച്ചെന്ന് പറഞ്ഞാലും സാമ്പാർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. ഞാനിങ്ങനെ നമ്മൾ അരക്കുകയാണേ. ഇപ്പൊ ഇത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അരയണം നമ്മുടെ മാവ്. ഇതുണ്ടോ? ഇങ്ങനെ അരച്ച് വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും പലർക്കും പുളിക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് അരച്ച് വെച്ചാൽ മതി. പിന്നെ ഓരോ ആൾക്കാരെ കൈ കൊണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇളക്കി വെച്ചാൽ പുളിക്കുന്നൊക്കെ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ എങ്ങനെ അരച്ച് വെച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പുളിക്കും കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 10-10:30 ആകുമ്പോൾ കിടക്കാൻ തുടങ്ങുമ്പോൾ പോലും ഇത് പുളിച്ചിരിക്കും. അപ്പൊ ഞാൻ എന്നാ ഇതറിയും, നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. അപ്പൊ നമ്മുടെ മാവ് മൊത്തം അരച്ചു. അപ്പൊ നമുക്ക് മയത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മട്ടേച്ചോറ് കേട്ടോ. ചോറായതുകൊണ്ട് സൂക്ഷിച്ചരയ്ക്കണം. വെള്ളം പെട്ടെന്ന് കുറുകും. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സെറ്റായിട്ടുണ്ടേ. ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഇത്ര അരി ഇടാറില്ല. ഇന്ന് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടതാ. കാരണം നാളെ കഴിഞ്ഞും കൂടി നമുക്ക് ഇച്ചിരി ദോശയ്ക്ക് ഞാൻ മാറ്റി വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടുതൽ അരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും, അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ഉഴുന്നാണെങ്കിലും മതി. 1 ഗ്ലാസ് തന്നെ ഇടണമെന്നില്ല കേട്ടോ. അതൊക്കെ ഓരോ ആൾക്കാർ ഇഷ്ടമാണ്. പിന്നെ ഒരു പിടി ഉലുവയും കൂടി ഇട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 3-4 മണിക്കൂർ കുതിരണം കേട്ടോ. എന്നിട്ട് അത് ഇങ്ങനെ നമ്മൾ അരിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചാൽ നല്ല പുളിച്ചിരിക്കും. നല്ല അടിപൊളിയായിട്ട് മാവ് കേട്ടോ. ഇവിടെ 3 നേരം ഇഡ്ഡലിയും ദോശയും കൊടുത്താൽ എൻ്റെ മക്കൾക്കും കെട്ടിയതിനും അത് മതി. ഉച്ചയ്ക്ക് വല്ല ചോറില്ലെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലിയോ ദോശയോ മതി. ഇങ്ങനെ ഞാൻ ഒരു മൂടിയും കൂടെ വെച്ച് മൂടി അങ്ങോട്ട് ആ മൂലയ്ക്ക് മാറ്റി അങ്ങോട്ട് വെച്ചേക്കും. നാളെ നേരം വിളക്കുമ്പോഴത്തേനും ഒന്നുമില്ലെങ്കിൽ പുറത്തേക്ക് പോകും, വെളിയിൽ പോകും, അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കും. വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇനി കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ രാവിലെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ചങ്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കേട്ടോ. നല്ല മഴയാണ് പുറത്തെ. ഇന്നലെ നമ്മളിത് അരച്ച് വെച്ച മാവ് ഇതേ പുളിച്ച് പൊങ്ങി അത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിപ്പം ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ.
നമ്മൾ ഉപ്പൊന്നും ഇടാതെയാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഉണ്ടോ, ഇഡ്ഡലി സാമ്പാർ ഒക്കെയാണിത്. നല്ല പഞ്ഞി പോലത്തെ നല്ല ഇഡ്ഡലിയാണേ, കണ്ടോ.